കുറച്ച് ദിവസം അലഞ്ഞതിൻ്റെതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നല്ല അലച്ചിലായിരുന്നു രണ്ടുപേര്. ഈ ഇരിക്കുന്ന എല്ലാം നല്ല നാടൻ പച്ചക്കറി ഉണ്ടല്ലോ, വയലിൽ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടുകാരി കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കൊച്ചിക്ക് പിന്നെ പച്ചക്കറി ഐറ്റങ്ങളെല്ലാം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെയൊക്കെ കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഐറ്റമൊക്കെ എല്ലാം വണ്ടിക്കകത്ത് വെച്ച് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് കുത്തി നിറച്ചാണ് സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. നല്ല നാടൻ പടവലം, പിന്നെ പാവയ്ക്ക, വെള്ളരിക്ക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല നാടൻ ചീരയുണ്ട്. അപ്പോൾ അതുവഴി പോകുമ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട്, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് അവിടെ നിർത്തി എന്തെങ്കിലും ഒന്ന് മേടിക്കാനായിട്ട് നോക്കുക കേട്ടോ. മറന്നു പോവല്ലേ ഞാൻ എന്തായാലും. പിന്നെ ഇങ്ങനെ വീഡിയോ കാണിക്കണമെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് റൂട്ടും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഞാൻ വീഡിയോയിൽ അങ്ങനെ റൂട്ടും കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇതേ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് കേട്ടോ ഈ ഒരു ബസ് സ്റ്റോപ്പില്ലേ, ഈ ഒരു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു വലത് സൈഡിലാണ് കേട്ടോ ഈ ഒരു പെങ്കൊച്ചിക്ക് ഫ്രൂട്ട് സലാഡും കൊണ്ട് റോഡിൻ്റെ സൈഡിലിരുന്നത്. അപ്പോൾ അവിടെ വേറൊരു കട കൊണ്ടുവന്ന് വെച്ച് കേട്ടാ. അപ്പോൾ ആ ഒരു കട കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് പിന്നെ എന്തോ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അവൾക്ക് നല്ല കച്ചവടവും നല്ല ഇതൊക്കെ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അവിടെ നിന്നും കൊണ്ട് പിന്നെ വിചാരിച്ചെന്തായാലും നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാമെന്നും പറഞ്ഞ് ഈ റോഡിൻ്റെ രണ്ട് സൈഡ് നമ്മൾ അലയാത്ത ദിവസങ്ങളില്ലായിരുന്നേ. നന്നായിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ അലഞ്ഞ സമയത്തുണ്ടല്ലോ ഒരു വീട്ടിൽ നമ്മൾ കയറിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ കയറി ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ വേറെ കടയിൽ ചോദിച്ച്, അങ്ങനെ വീണ്ടും വേറെ വീടുകളിൽ ചോദിച്ച്, അങ്ങനെ ഓരോരോ വീടുകളിലായാലും കടകളിലായാലും ചില സ്ഥലത്തൊക്കെ ചോദിച്ചാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു ചേച്ചി അവർ ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഇതുപോലെ ഇത് MGM സ്കൂളാണ് കേട്ടോ. MGM സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ തിരക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു വീട്ടുകാരെ മാത്രം പറഞ്ഞ് കൊണ്ടുവച്ചോ, ഒരു കുഴപ്പമില്ല, അവിടെ ഇതുപോലെ മുന്നേ കച്ചവടം ചെയ്തവരൊക്കെ അവരെ വീട്ടിലാണ് കൊണ്ടുവച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കൊണ്ട് വെച്ചോളാൻ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനായിട്ട് അവിടെ നല്ല വളവ് വരുന്ന സ്ഥലം, വളവാണ്. ചിലപ്പോൾ ആക്സിഡൻറ്റ് നടക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരെ എടുക്കുക, പിന്നെ അങ്ങൊന്നും ഇങ്ങൊന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, ഒന്നും വേണ്ട ഇനി ആരെ മുന്നിൽ കൈ നീട്ടണ്ട, കാല് പിടിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് പൂ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചും കൊണ്ടാണ് ഒന്ന് പതുക്കെ കൊണ്ടുവന്നത്. അപ്പം നോക്കിയപ്പോൾ ഇവിടെ ഒരു അമ്മ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കട ഓപ്പൺ ചെയ്യുകയാണല്ലോ, അപ്പോൾ അവിടെ വിളക്കിൻ്റെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പൂവൊക്കെ മേടിച്ച്, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ തുളസിമാല മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പിന്നെ എന്തോ അരളിപ്പൂ അങ്ങനെ എന്തോ സംഭവമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതില്ല. അപ്പോൾ ആ അമ്മ അടുത്ത് പറഞ്ഞ് നിൽക്കി. പിന്നെ വേറെ അല്ലാതെ പൂവുണ്ടല്ലോ, ഈ ബന്ദിപ്പൂവ് അങ്ങനെയുള്ള സംഭവങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ നമുക്ക് കുറച്ച് പൂവ് തന്നെ. പാവം കേട്ടോ, നല്ല സന്തോഷത്തിൽ. കാരണം ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് പൂവ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 20 രൂപയ്ക്കാണ് നമ്മൾ തുളസിമാല മേടിച്ചത്. അങ്ങനെ ബാക്കി പൈസ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ മുന്നോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ കടയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുമ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ റൂട്ടെല്ലാം ഈ ഒരു പിന്നെ വഴിയും കാര്യങ്ങളും എല്ലാം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എന്തിനാണെന്ന് ഇടയ്ക്ക് നോക്കുന്ന പടവലം സൈഡിൽ കൂടെ പോകുന്നുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട് ഇട്ട്. എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെയാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം എങ്ങനെയും കൊണ്ടുവയ്ക്കുക. അപ്പോൾ അതേ നമുക്കുള്ള റൂട്ട് കണ്ടല്ലോ. ഇവിടെ നിന്നും കൊണ്ട് നമ്മൾ നേരെ കഴക്കൂട്ട റൂട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴക്കൂട്ട റൂട്ടിലോട്ടുള്ള അങ്ങോട്ട് വേണ്ടിയിട്ടാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഈ റൂട്ട് വരുന്നവർ എന്തായാലും അവിടെ കയറിയിട്ട് മേടിക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, വഴിയൊന്ന് നോക്കി വെച്ചേക്കണേ. അപ്പോൾ കഴക്കൂട്ട റൂട്ടിൽ വലത് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എന്തായാലും നമ്മളെ കട എത്താറായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ എന്തോ എൻ്റെ മനസ്സിന് എനിക്കൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എന്തുമാത്രം കിടന്ന് അലഞ്ഞിട്ടുണ്ടായിരുന്നെന്നറിയാം. അലഞ്ഞതിന് കയ്യും കണക്കുമില്ല കേട്ടോ. അത് നമുക്കേ അറിയത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് കട നോക്കി ഈ റൂട്ട് കംപ്ലീറ്റ് പോയിട്ടൊക്കെയാണ് കേട്ടോ, ഒരുപാട് ദൂരം പോയിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ ആ ഒരു എന്ത് പറയാനായിട്ട് നമ്മൾ ഇത്രയും ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഫലമാണ് നിങ്ങൾ ഇന്നിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. എന്നെക്കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്നെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതെനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഞാനൊരു ബുദ്ധിമുട്ടിൽ നിന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെയാണ് മറ്റൊരാളും ബുദ്ധിമുട്ടുമ്പോഴത്തേക്ക് നമ്മളും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടത്. ദേ ഈ സൈഡിൽ ഒരു കടയുണ്ട്, പഴങ്കഞ്ഞിക്കട കേട്ടോ. അവിടെ കയറി നമ്മൾ ദേ ഈ
ഇവളുണ്ടല്ലോ പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നേ, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ 1-2 ദിവസം അവിടെ വന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ അടുത്ത് വെള്ളം എടുത്തോളാൻ പറഞ്ഞിട്ട്, വെള്ളത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ദേ ഈ കാണുന്നത്, ഈ വലത് സൈഡിൽ കാണുന്നില്ലേ, അതാണ് ദേ നമ്മളെ കട കേട്ടോ, കണ്ടല്ലോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ലോട്ടറി കടയുണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ദേ ഇവിടെയാണ് കേട്ടോ നമ്മളെ കട വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടും കൂടെ ഇന്നിപ്പോൾ നമ്മൾ മറിച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രയും നമ്മൾ അത്രയും കിടന്ന് കഷ്ടപ്പെട്ടാണ് കേട്ടോ ഈ കട കംപ്ലീറ്റ്. ഇതിൻ്റെ കോല ഇങ്ങനെയല്ല, അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ. അവിടെ നിന്ന് വരുന്നവരൊക്കെ എന്തായാലും വണ്ടി നിർത്തുക. അങ്ങനെ എന്തായാലും ഇപ്പോൾ പോയിട്ട് വന്ന് എന്തെന്നറിയോ, തിരി മേടിക്കാനായിട്ട് മറന്നുപോയി. അതിൻ്റെ ഫ്രണ്ടിൽ കോളേജാണ് കേട്ടോ. അപ്പോൾ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നല്ല തിരക്ക് വരണം, അത്രയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു കച്ചവടം കിട്ടത്തുള്ളൂ. ആ തൂക്കി കൊടുക്കുന്ന വെള്ളരിക്ക കൊണ്ടുവച്ചത്, വെള്ളരിക്കയല്ല കുക്കുംബർ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് തന്നെ ഒരു മാമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് പറഞ്ഞ് അത് ഫുള്ളായിട്ട് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ അത് ഫുള്ളായിട്ട് 2 കിലോ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ച് പച്ചച്ചീര, നല്ല നാടൻ ചീര ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എറണാകുളത്തുള്ള അവളുടെ വീഡിയോ കാണുന്ന ഒരു ഫോളോവറാണ് കേട്ടോ. അങ്ങനെ ആ പുള്ളിക്കാരൻ രാവിലെ തൊട്ടേ അവിടെ വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു കട ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. പുള്ളി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ കൂടെ വന്നത്. എന്നെ ഏൽപ്പിച്ചിട്ട് മാഡം പോയിട്ടുണ്ട് കേട്ടോ. പോയിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സാധനം കൂടെ കൊണ്ടുവരാനുണ്ട്. കുറേ സാധനം വീട്ടിലിരിക്കുന്നുണ്ട്. വെഞ്ഞാറമ്മൂട് നമ്മൾ വരുന്ന വഴി കഴിഞ്ഞിട്ട് നമ്മൾ വന്ന റൂട്ടുണ്ടല്ലോ, അങ്ങ് പോകണം കേട്ടോ, ഒത്തിരി ദൂരമുണ്ട്. അങ്ങനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു അവൾ പോയിട്ട് വരുന്ന നേരത്തിന് ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കട്ടെ എന്ന്. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് 3 തവണയും കണ്ട് ആ പെങ്കൊച്ചിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ കേട്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ഇന്ന് കുറേ സമയം ഞാനിവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, നമുക്ക് പിന്നെ ആ ഒരു സാഹചര്യം നമ്മളെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് എങ്ങനെയും കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം. കാരണം കോളേജിലെ പിള്ളേരുണ്ടല്ലോ, കോളേജിലെ കുറച്ച് മക്കൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ആദ്യം ചെറിയ ഒരു നെഞ്ചെടുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞു മക്കളെ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല മാമി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടുന്ന വെള്ളവും കാര്യങ്ങളും എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കും. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഒരുപാട് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു, ആരും വീഡിയോ എടുത്ത് തരാം അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ മാറി തിരിഞ്ഞ് ജോലി ചെയ്യുന്നതിനെ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ വൈകിട്ട് കട അടച്ചിട്ട് കടതാ ഫ്രണ്ട് ഇങ്ങനെ എല്ലാം ലോക്ക് ചെയ്തൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഒരിത് മാത്രമേ ഉള്ളൂ കേട്ടോ, എന്തെന്ന് വെച്ചാൽ ആരും ഉപദ്രവിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യില്ല. അതായത് കട നശിപ്പിക്കരുത്. കഴിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. കാരണം ഒന്നും നശിപ്പിക്കുകയോ എടുക്കുകയോ ചെയ്യില്ല. കാരണം ഇവിടെ ഒരു അമ്മച്ചി കട നടത്തിയ സമയത്ത് 2 തവണ ഇവിടെ കള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെല്ലാം അവളുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ എന്തായാലും പിന്നെ അവളുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോഴിതൊക്കെയാണ് നമ്മളെ കട ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് വയലുണ്ട് കേട്ടോ. അപ്പം നല്ല വയലും പിന്നെ നല്ല ഒരു എന്തെന്ന് പറയാനായിട്ട് നല്ലൊരു കാലാവസ്ഥ, നല്ല കാറ്റൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കടയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് കേട്ടോ. ആ ഒരു വീട്ടിൽ ഒരു മാമ വന്നിട്ട് പറഞ്ഞ് വെള്ളം അവിടെ നിർത്താം. വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ നമുക്ക് എടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട്, ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ചെറിയ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ പഴങ്കഞ്ഞി കടയിൽ നിന്ന് അവിടുത്തെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചേട്ടനൊക്കെ പറഞ്ഞ് വെള്ളം അവിടെ വന്നെടുത്തോളാം. ആ വണ്ടി പോകണില്ലേ, ചെറിയൊരു കുഞ്ഞ് പിക്കപ്പ് ആ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും എടുത്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ആ മതിലുണ്ടല്ലോ, ആ കോളേജിൻ്റെ ബാക്കിലായിട്ട് ആ വീട് കാണുന്നില്ലേ മതിലിനകത്ത്, ആ വെള്ള പെയിൻ്റ് അടിച്ചതിനകത്ത്. അപ്പോൾ അവിടുത്തെ മാമന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം അവിടെ വന്ന് എടുത്തോളാം. അവർക്ക് വേറൊരു വീടും കൂടെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വെള്ളം എടുത്തോളാൻ പറഞ്ഞ്. പക്ഷേ ഇതാണ് കാര്യം, വെള്ളം എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്. അത് കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വെള്ളം മൊത്തം എടുത്തപ്പോൾ. വൈകുന്നേരം നമ്മൾ ഇതേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുക്കാം പിന്നീട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വഴി കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നെക്കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യം മാത്രമാണ് കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട്. കാരണം അത്രത്തോളം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വീഡിയോയിൽ പോലും പറയാൻ പറ്റാത്ത കുറേ കിടന്ന് അനുഭവിക്കുകയും കഷ്ടപ്പെടുകയും കരയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യമൊക്കെ ഞാൻ നേരിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ കൊച്ചുങ്ങളെയും കൊണ്ടാക്കുക. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ്. നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കണ്ട് അതുവഴി പോകുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനും എടുക്കാനൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ മേടിക്കട്ടെ. പിന്നെ എന്താ പറയുന്നിട്ട് ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഇന്നല്ല നാളെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്ന. വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഇന്നിപ്പോൾ ഇടാമെന്നൊക്കെ വിചാരിച്ചില്ലെങ്കിൽ നാളെ രാവിലെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വൈകിട്ട് ഇതേ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് റോഡ് നല്ല തിരക്ക് കേട്ടോ. ഇത് നമ്മളെ വെഞ്ഞാറമ്മൂട് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. നല്ല തിരക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 1-ാം തീയതി അല്ലേ ചിങ്ങം 1 അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നവരും പിന്നെ അതുപോലെ പണി കഴിഞ്ഞിട്ടൊക്കെ പോകുന്നവരൊക്കെ ആയിരിക്കും കേട്ടോ.
അപ്പോൾ നല്ല ബ്ലോക്ക് എനിക്കൊന്ന് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്, 6-6:15 ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങ് ചവിട്ടി ഈ പെങ്കൊച്ചിൻ്റെ ഊപ്പാട് വന്നു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല തിരക്കും നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ. 7:20 ആയിട്ടുണ്ട് കേട്ടോ. കാരണം ബ്ലോക്ക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് വീടെത്തിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമേ.